മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ്. ഏഷ്യാനെറ്റിലെ മൗനരാഗം സീരിയലിലെ ബൈജു എന്ന കഥാപാത്രത്തെയാണ് കാർത്തിക് അവതരിപ്പിക്കുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കാർത്തിക്കിന് സാധിച്ചു. കോഴിക്കോട് കുതിരവട്ടം ഗോവിന്ദപുരം സ്വദേശിയായ കാർത്തിക് 20ഓളം വർഷങ്ങളായി സിനിമാ സീരിയൽ രംഗത്തുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കാർത്തിക്കിന് വലിയൊരു അപകടം സംഭവിച്ചത്. സീരിയൽ ഷൂട്ട് കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ കാൽനടയായി പോവുകയായിരുന്ന താരത്തെ KSRTC ബസ് പിന്നിൽ നിന്ന് ഇടിക്കുകയായിരുന്നു. നിസാര പരിക്കുകളാണ് ഏറ്റതെന്നായിരുന്നു ആദ്യം വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ പിന്നീടാണ് നടന് ഗുരുതര പരിക്കുകളാണ് സംഭവിച്ചതായി അറിയുന്നത്. പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെ 2 സർജറികളും കഴിഞ്ഞെന്നാണ് വിവരം. അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള വലിയൊരു അപകടമാണ് സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികളിൽ ചിലർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. സംഭവസ്ഥലത്ത് അബോധാവസ്ഥയിലായ നടനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോഴിതാ കാർത്തികിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വിശദീകരിച്ച് മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീന ആൻ്റണി രംഗത്തെത്തിയിരിക്കുകയാണ്. കാർത്തിക്കിന് നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീന ആൻ്റണി പറയുന്നത്. ബീന ആൻ്റണിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് വന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും. ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന കാർത്തിക് പ്രസാദ്, നിങ്ങളുടെ ബൈജുവിന് ഈ അടുത്തൊരു അപകടം പറ്റിയിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിഞ്ഞു കാണണം. പരിക്ക് ഗുരുതരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി പേർ എന്നോട് ഗ്രൂപ്പിലൂടെയും പേഴ്സണൽ മെസ്സേജുകളിലൂടെയും ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ് ബീന ആൻ്റണി. സത്യമാണ്, അവനൊരു അപകടം പറ്റി. തിരുവനന്തപുരത്തു നിന്ന് ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങുകയായിരുന്നു സംഭവം. ബസ് ഇടിക്കുകയായിരുന്നു. ഫോണിൽ സംസാരിച്ചു പോവുകയായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ഞങ്ങളന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പക്ഷേ സെറ്റിൽ നിന്ന് സാബുചേട്ടനും ഫിറോസ് ഭായിയും ഒക്കെ പോയി കണ്ടിരുന്നു. ICUവിൽ വെച്ച് അവനോട് സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും ബീന ആൻ്റണി പറഞ്ഞു. സത്യം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നടക്കാൻ കുറച്ച് സമയമെടുക്കും. കാലിനാണ് പരിക്ക്. കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. 2 കാലിലും സ്കിന്നിനും മസിലും പോയിട്ടുണ്ട്. അതിൻ്റെ സർജറികൾ നടക്കുകയാണ്. കാർത്തിക്കിൻ്റെ വീട് കോഴിക്കോടാണ്. ഭാര്യയൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നെ കുറേക്കൂടി കംഫർട്ടബിൾ ആയതിനാൽ അവനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ചികിത്സ നടക്കുന്നതെന്നും ബീന ആൻ്റണി പറഞ്ഞു. കാർത്തിക്കുമായി ഞാൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. ഭാര്യയുമായാണ് സംസാരിച്ചത്. ഭയങ്കര വേദനയാണെന്നും പെയിൻ കില്ലറുകൾ നൽകുന്നുണ്ടെന്നുമാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക് സർജറികൾ 2-3 കഴിഞ്ഞു. ഇനിയും സർജറികളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വേണം പൊട്ടലിനുള്ള സർജറി നടത്തേണ്ടത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് അവൻ്റെ ശരിക്കുമുള്ള അവസ്ഥയെന്ന് ബീന പറഞ്ഞു.